കുലു വഷറബു എന്ന് പറഞ്ഞ അപ്പം ഞമ്മക്ക് തോന്നുക ഈ തീറ്റയും കൂടിയാ. കുലു വഷറബു എന്ന് പറഞ്ഞാൽ അപ്പം ആമാശയത്തിൻ്റെ തീറ്റ. അപ്പം എന്നോട് ചോദിച്ചു അല്ലാത്തൊരു തീറ്റ ഖുർആനിലുണ്ടോന്ന്. ഞാൻ ചോദിച്ചു 2:83 വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. 2:83 പറയേണ്ട അത് എവിടുക്കാ തീറ്റാന്ന് ചോദിച്ചു. ഈ ഷറാബ് ശരിബ കുടിക്കലൊക്കെ വയറ്റിൽ കാണാൻ വിചാരം മനസ്സിന്റെ ദാഹം തീർക്കലുണ്ട്. ഇസ്രായേൽ ജനതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് ബഖറയിൽ പറഞ്ഞു വഉശിരിബു അവർക്ക് കുടിപ്പിക്കപ്പെട്ടു ഫീ ഖുലൂബിഹിം അവരുടെ മനസ്സുകളിൽ അൽ ഇജ്ല അള്ളാഹുവിൻ്റെ പേരിൽ കറ്റുകെട്ടി ഉണ്ടാക്കിയ ആശയങ്ങളാണ് അവരുടെ മനസ്സിൽ കുടിപ്പിക്കപ്പെട്ടത്. ബികുഫിരിഹിം അവരുടെ നിഷേധം കാരണം. അതെവിടുക്കാ കൂടി? അതെവിടെ കൂടി? ഇതിപ്പോൾ ഈ ആയത്ത് എല്ലാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും സമ്മതിക്കണതാണ്. ആ കുടി മനസ്സിലേക്ക് തന്നെയാണ്. ഇവർ ഈ നോമ്പിൻ്റെ കുടി പറഞ്ഞാൽ കുലു വഷറബു എന്ന് പറഞ്ഞാൽ അതൊക്കെ വയറ്റിൽ തന്നെ കുടി. അത് ഞാൻ ഈ നോമ്പ് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു തലക്കെന്ന് ഒരു തല വരെ പറഞ്ഞു തരാം. ഇവർ പറയുന്ന കുടി വെറും വയറ്റിലേക്കേ കുടി പറ്റുള്ളൂ, തീറ്റയൊക്കെ വയറ്റിലേക്കേ പറ്റുള്ളൂ, മനസ്സിലേക്ക് ഒരു തീറ്റയും കൂടിയും പറ്റൂല എന്നാ ആ വാദം തന്നെ. ഖുർആന് ആദ്യം മുതൽ ഇങ്ങോട്ട് പോരുമ്പോൾ ആദ്യത്തെ ശരിവയാണത്. 2:93 പറയുന്നു വഉശിരിബു ഫീ ഖുലൂബിഹിം അവരുടെ മനസ്സിലാണ് കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിൽ കുടിപ്പിക്കപ്പെടൂലേ? എന്നാ അഹ്ലുസുന്നത്ത് പറയാത്ത ആയത്തുകൾ വരെയുണ്ട്. അത് അവർ സമ്മതിക്കൂല. ദാവൂദ് നബി സ്വന്തം സൈന്യത്തെ കൊണ്ട് പോകുമ്പോൾ ഒരു ശരിവ പറയണ്ട. അതൊന്നും ഇവർ പറയുന്ന കുടിയല്ല. ഖുർആനിൽ പല സ്ഥലത്തും ഇവർ പറയുന്ന കുടിയൊന്നും അല്ലാതെ, നമ്മളെ പള്ളിയിലേക്കുള്ള തീറ്റയും കൂടിയൊന്നും അല്ലാതെ, ഭക്ഷണം അല്ലാതെ, അത് മനസ്സിൻ്റെ. അതാ ഞാൻ പറയുന്നത്, എൻ്റെ സഹോദരങ്ങൾ ഈ ഖുർആനെ ഒരു ആശയ തലത്തിലേക്ക് കൊണ്ടുവരാതെ ഈ ഖുർആൻ മനസ്സിലാവൂല എന്ന് പറയുന്നത്. ദാവൂദ് നബി സ്വന്തം സൈന്യത്തോട് പറയുന്നുണ്ട് ഇന്നി മുബ്തലീകും ബിന്നഹരിൻ. ഇവർ പറയുന്ന ഒരു പുഴ കടക്കും, ആ പുഴ കടക്കുമ്പോൾ ആ പുഴയുണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നാ പറയണം. അതിന് ആരെങ്കിലും വെള്ളം കുടിച്ചാൽ അവൻ പിന്നെ നമ്മളിപ്പെട്ടവനല്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചാലേ ഓൻ പിന്നെ നമ്മളെ വിശ്വാസിയായിട്ട് ഓനെ പരിഗണിക്കൂല. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ വിശ്വാസിയായിട്ട് പരിഗണിക്കൂല. ഓമാ ജൽനാഹും ജസദല്ല യഅ്കുലൂന തആമാന്ന് അമ്പിയാക്കന്മാരെ വരെ കുറിച്ച് പറഞ്ഞതാ. അവരൊന്നും തിന്നാത്ത ആൾക്കാരാക്കിയിട്ടില്ല ഞാനെന്ന്. ഒമാ ജാൽനാഹും ജസദൻ ലാ യഅ്കുലൂന തആമ ഭക്ഷണപാനീയങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാക്കിയിട്ടില്ല ഞാൻ പ്രവാചകന്മാരെന്നും എന്ന് ഒരു സ്ഥലത്ത് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അത് പറയുന്ന ആയത്തിൽ ആ ഒരു തുള്ളി വെള്ളയെങ്ങാനും പിന്നെ ഒരു പുഴയിൽ നിന്ന് കുടിച്ചാൽ മൂപ്പര് പിന്നെ മോമിനായിട്ട് പരിഗണന. അതല്ല, ഇന്നി മുബ്തലീകും ബിന്നഹരിൻ വളരെ സ്ട്രിക്റ്റായിട്ട് കർക്കശമായ ചില നിർദ്ദേശങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതാണ് നെഹർ. നെഹ്റല്ല, നെഹർ. സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്, വളരെ കർക്കശമായി വിലക്കിയ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട്, നിർദ്ദേശങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫമൻ ശരിബ മിൻഹു ആരെങ്കിലും അതിൽ ഇൻവോൾവ്ഡ് ആയാൽ, ആ കുറ്റകൃത്യങ്ങളിൽ അവൻ ഇൻവോൾവ്ഡ് ആയാൽ, അതിൽ ഉൾപ്പെട്ടാൽ അവനെ പിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുകയില്ല അവനെ എന്നാണ് ആ പറഞ്ഞത്. അപ്പം നെഹറിന് അങ്ങനെ അർത്ഥം ഉണ്ടോന്നാ ചോദിച്ചത്. ഏത് ഡിക്ഷണറിന്ന് അങ്ങക്ക് വേണ്ടുമെന്ന് ചോദിച്ചാൽ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്, വളരെ കർക്കശമായി നിങ്ങളോട് ഒരുപാട് വിലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ സമയത്തൊക്കെ ക്ഷമിച്ച് സഹിച്ച് ഈ ആശയവുമായി മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ആളുകളെ മാത്രമേ വിശ്വാസികളായി പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ദാവൂദ് തൻ്റെ സൈന്യത്തോട് പറഞ്ഞത്, തൻ്റെ പട്ടാളത്തോട് പറഞ്ഞത്. അല്ലാതെ ഒരു പുഴ കടക്കും, ആ പുഴയിൽ നിന്ന് ആരെങ്കിലും ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ മൂപ്പര് പിന്നെ നമ്മളെ ഇതിൽ കൂട്ടൂല എന്നല്ല. അപ്പം ശരിബ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ വെറും വയറ്റിലേക്ക് മാത്രമല്ല, ആമാശയത്തിലേക്കുള്ള കുടിയായിട്ട് പരിഗണിക്കും. അതാണ് ഏറ്റവും വലിയ കുടി. ഈ താമെന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പം ഒന്നും വേണ്ട, 2:188 പറയും തന്നെ ലാത്തക്കുലു അമ്പാലക്കും ബൈനക്കുമ്പിൽ ബാത്തിലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുതൽ അന്യായമായി തിന്നരുത് എന്ന് പറഞ്ഞാൽ തീറ്റ. ഒരു മനുഷ്യന് എത്ര തിന്നും? കയറി കഴിഞ്ഞാൽ ഒരു ഫുൾ ബിരിയാണി തിന്നും. അതൊക്കെയാണ്
എനിക്ക് നിങ്ങളെ പ്രോപ്പർട്ടി കട്ടെടുക്കാൻ പറ്റുമോ? നിങ്ങളെ കാറ് കട്ടെടുക്കാൻ പറ്റുമോ? നിങ്ങളെ മൊബൈൽ കട്ടെടുക്കാൻ പറ്റുമോ? മുതൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മുതൽ ഏത് നിലക്കുള്ള ഉപയോഗവും ലാ തവക്കുലു എന്ന് പറഞ്ഞതിൽ പെടും. അപ്പോൾ ഖുർആനിനെ ഒരു ഉയർന്ന തലത്തിലേക്ക് വന്നിട്ട് ഖുർആനെ മനസ്സിലാക്കാതെ ഈ തീറ്റയിലും കുടിയിലും ഒതുങ്ങിയാൽ ഈ പട്ടിണി നോമ്പന്നെ മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ് സിയാമ് പറയുന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ കൂടുതൽ വിശദീകരിക്കും. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആനിൻ്റെ മൂല്യങ്ങൾ, ഖുർആനിൻ്റെ ഉന്നതമായ ആശയങ്ങൾ, അത് ഒരു തീറ്റയുടെയോ കുടിയുടെയോ ശരീരത്തിൻ്റെ ഏതെങ്കിലും വൃത്തിയാക്കലോ വൃത്തികേടാക്കലോ അവിടെ നിന്നൊക്കെ മാറ്റി അവൻ്റെ മനസ്സിൻ്റെ പരിശുദ്ധി, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേറ്റ് സൂചിപ്പിച്ചല്ലോ. 5-6 മാത്രം മതി ഒരു ജനതയെ നേരാക്കിയെടുക്കാമെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. വെറും 5-6, 5-ാം അധ്യായം 6-ാം വചനം. ഒരു ജനതയുടെ ഒരു മനുഷ്യരാശിയെ, കരുണയിൽ ജീവിക്കുന്ന ഒരു മാനവരാശിയെ സൃഷ്ടിച്ചെടുക്കാൻ വെറും 5-6 മതി എന്ന് പറഞ്ഞു. അത് വെറും ഈ സ്നാനം ചെയ്യലാക്കി, വെറും സ്നാനം ചെയ്യലാക്കി, കയ്യും കാലും മോറും കഴിയാൽ, കയ്യും കാലും മുഖവും കഴിയാൻ നേരാവുന്ന രൂപത്തിലാക്കി മാറ്റി. വൈദാ ഖുംതും ഇല സ്വലാത്തി, നിങ്ങൾ ഈ ദൈവികമായ വ്യവസ്ഥിതിയുടെ പ്രചരണത്തിനും എസ്റ്റാബ്ലിഷ്മെൻറ്റിനും നിങ്ങൾ മുന്നിട്ടൊരുങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഗസിലു വുജൂഹക്കും, നിങ്ങളുടെ വീക്ഷണങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കണം, അത് ക്ലീൻ ചെയ്യണം. ഐദിയക്കും, നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും ഒക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യണം. ഇലൽ മറാഫിക്ക്, മറാഫിക്ക് ആകുന്നതിലേക്ക്. മറാഫിക്ക് വരേന്നല്ല, ഹത്താന്നല്ല, ഇല എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലേക്ക്. മിർഫക്ക്, റഫീഖ്, അത് ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാണ്. കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കാം. റഫീഖ എന്ന് പറഞ്ഞാൽ, റഫീഖ് എന്നൊക്കെ പറഞ്ഞാൽ ആത്മാർത്ഥമായി സുഹൃത്തായ ആളുകൾക്കാണ് റഫീഖ് എന്ന് പറയാം. 2 ശരീരമാണെങ്കിലും ഒരു മനസ്സായി കഴിയുന്ന സുഹൃത്തുക്കൾക്കാണ് റഫീഖ് എന്ന് പറയുക. ആ റഫീഖ എന്ന് പറയുന്ന ക്രിയയുടെ ഇസ്മുൽ ആലത്ത് എന്ന് അതിന് അറബി പറയാം. ഇംഗ്ലീഷിൽ ഇൻസ്ട്രുമെൻ്റൽ നൗൺ എന്ന് പറയും. ഉപകരണത്തെ സൂചിപ്പിക്കുന്ന നാമെന്ന് പറയും മലയാളത്തിൽ. അതായത് ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, മിഫ്താഹ് എന്ന് പറഞ്ഞാൽ തുറക്കുന്ന താക്കോലെന്ന, അതായത് തുറക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സബഹ എന്ന് പറഞ്ഞാൽ വെളിച്ചം വെപ്പിച്ചു എന്ന, മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വെളിച്ചം വെപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, അതായത് വിളക്ക്. ഷാല എന്ന് പറഞ്ഞാൽ കത്തിച്ചു എന്ന, മിഷാൽ എന്ന് പറഞ്ഞാൽ കത്തിക്കുന്ന ഉപകരണം, അതായത് ലൈറ്റർ എന്നാണ്. വസന എന്ന് പറഞ്ഞാൽ തൂക്കി കണക്കാക്കുന്ന, മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ് എന്ന, തൂക്കാൻ ഉപയോഗിക്കുന്ന ആയുധം എന്നാ. ഇങ്ങനെയാണ് ഈ അറബിയിൽ. പിന്നെ അതിന് ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാ, മിലറാബ് എന്ന് പറഞ്ഞാൽ അടിക്കാൻ ഉപയോഗിക്കുന്ന ബാറ്റ് എന്നാ, ബാറ്റ്, അതാണ് മിലറാബ്. എന്ന പോലെ റഫിക്ക എന്ന് പറഞ്ഞാൽ 2 ആളുകളെ സുഹൃത്തുക്കളാക്കി മാറ്റിയെന്ന, അതിൻ്റെ മിർഫക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം മറാഫിക്ക്, ആളുകളെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ആക്കാനുള്ള ഒരു ഉപകരണം. ഒരു ഉപകരണമാകേണ്ടതിലേക്ക് നിങ്ങളുടെ വീക്ഷണങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങൾ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ, ഇതിലും നല്ല ഒരാശയം ലോകത്തെ ഒന്നിപ്പിക്കാനും ഏകോദര സഹോദരങ്ങളാക്കാനും പറ്റിയ ഒരു പ്രത്യയശാസ്ത്രം ഇനി ഖുർആനിന് ഇതിന് കൂടുതൽ എന്താ ഇനി പറയാനുള്ളത്? ഇത് ഒലുണ്ടാക്കലാക്കി മാറ്റി വരും. ഇത് കയ്യും കാലും. അത് ഈ വിവിധ മറ്റു വേദങ്ങളിൽ നിന്ന് വന്നതാണ്, മറ്റു മതങ്ങളിൽ നിന്ന് വന്നതാ. വേദങ്ങളിൽ നിന്നല്ല, മറ്റു മതങ്ങളിൽ നിന്ന് വന്നതാ. ചില മതങ്ങളിൽ ചില പുഴകളിൽ പോയി കുളിച്ചാൽ അവർ ശുദ്ധിയാവും. ചില മതങ്ങളിൽ ചില വെള്ളം കൊണ്ട് സ്നാനം ചെയ്താൽ അവരുടെ പാപങ്ങൾ പൊറുക്കും. ആ വിശ്വാസത്തിൻ്റെ ഒരു തുടർച്ചയാണ് മുസ്ലിങ്ങളിൽ ഈ ഒലുവിൻ്റെ വെള്ളം തട്ടുന്ന ഭാഗങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഈ വിശ്വാസത്തിൽ നിന്ന് വന്നതാണ് ഈ ഒലു എന്നുള്ള ഈ സങ്കല്പം. അത് ഖുർആനിൻ്റെ സങ്കല്പമല്ല. ഖുർആനിൽ അങ്ങനെ ഒലുവൊന്നുമില്ല. ഈ ആശയ പ്രചരണത്തിന് നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഫോക്കസിലു, നിങ്ങൾ ക്ലീൻ ആക്കണം, നിങ്ങൾ പ്യൂരിഫൈ ആക്കണം, നിങ്ങൾ ശുദ്ധിയാക്കണം. എന്തിനെ? വുജൂഹക്കും, നിങ്ങളുടെ വീക്ഷണങ്ങളെ. ഈ മുഖമല്ല. അതാ ഞാൻ പറയുന്നത്, ഒരു ആശയ തലത്തിലേക്ക് ഖുർആനിനെ കാണണം എന്ന് പറയുന്നത്.
നിങ്ങൾ ഖുർആനിൽ വജ്ഹ് ഉപയോഗിച്ച 90% സ്ഥലങ്ങളിലും വീക്ഷണം എന്നാണ്. അല്ലാതെ നിങ്ങളൊന്ന് ആയത്ത് പറഞ്ഞാണി. ഫഅഖിം വജ്ഹക, എന്താ അർത്ഥം? നിന്റെ മുഖത്തെ നീ നിർത്തണം എന്നല്ല. വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, ഏത് പള്ളി കാണുമ്പോഴും നമ്മുടെ അമുസ്ലിങ്ങളായ ക്രൈസ്തവരും ഹിന്ദുക്കളുമായ ആളുകളൊക്കെ ഏത് ഒരു അമ്പലം കാണുമ്പോൾ ഒന്ന് തൊട്ട്, മറ്റവരാണെങ്കിൽ ഒന്ന് കുരിശ് വരക്കും അവിടേക്ക് തിരിഞ്ഞിട്ട്. അതുപോലെ ചെയ്യണം എന്നല്ല. നിങ്ങൾ വജ്ഹ് വുജൂഹ് ഉപയോഗിച്ച 90% സ്ഥലങ്ങളിലും ഐദ് യദ് യദാനി ഐദ് എന്ന് ഖുർആനിൽ ഉപയോഗിച്ച 90% സ്ഥലങ്ങളിലും ഈ കൈയല്ല. ഖുർആനിൽ നിങ്ങൾ പോയിട്ട് പരിശോധിച്ച് നോക്കുക. ലാ തുൽക്കു ഐദീക്കും ഇല തഹ്ലുക എന്ന് പറഞ്ഞ ഈ കൈയല്ല. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുകിക എന്ന് പറഞ്ഞ ഈ കൈയല്ല. വദ്കുർ ഇബാദിനായ എൻ്റെ ദാസന്മാരെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഇബ്രാഹിമ വൈ ഇസ്ഹാഖ വൈ യാക്കൂബ ഉലിൽ ഐദി, അവരൊക്കെ കൈകളുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞ കൈയുള്ളവർ നല്ല അർത്ഥത്തിന്. അവരൊക്കെ സമൂഹത്തിൽ നല്ല പിന്തുണയും ശക്തിയുമുള്ള ആളുകളായിരുന്നു അവർ സമൂഹത്തിൽ എന്നാണ് പറഞ്ഞത്. ഈ 3 അമ്പിയാക്കന്മാർക്ക് മാത്രം കൈയുള്ളവരും ബാക്കിയുള്ള അമ്പിയാക്കന്മാർക്കൊന്നും കൈയില്ലാത്തവരായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എവിടെ നിങ്ങൾ യദു ഐദ് യദാനി എന്ന് ഉപയോഗിച്ച? യദുല്ലാഹി ഫൗക ഐദീക്കും, അള്ളാഹിൻ്റെ കൈ നിങ്ങളുടെ കൈയിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞ ഈ കൈയല്ല. അത് ഞാൻ പറയുന്നത് 90, എൻ്റെ അഭിപ്രായത്തിൽ 100 ഉണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ അഭിപ്രായത്തിലാണ് ഈ 90 എന്ന് പറയുന്നത്. സുന്നത്ത് ജമാഅത്തിൻ്റെ അർത്ഥത്തിൽ കോൺസ്പിറസി, അതായത് അവർ പറയുന്ന കക്കുക എന്നാണ്. അസാരിക്കും എന്ന് പറഞ്ഞാൽ കോൺസ്പിറസി നടത്തുക, ഗൂഢാലോചനയും അതും തുടർന്നുള്ള പ്രവർത്തനമാണ് അസാരിക്കത്ത്. അത് പിന്നെ നമുക്ക് വിശദീകരിക്കാം. അത് പറയുന്ന ആളുകളുടെ കൈ മുറിക്കാനല്ല. ഇനി അവർ പറയുന്ന ഒരു കൈ ഉണ്ടെങ്കിൽ അത്തരം ചില സന്ദർഭങ്ങളിൽ ഉള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അഹ്ലു സുന്നത്തിന്റെ അർത്ഥമെടുത്ത പാരമ്പര്യവാദികളായ ആളുകളുടെ അർത്ഥം എടുത്താൽ തന്നെയും 90% സ്ഥലങ്ങളിലും യദ് യദാ ഐദ് എന്നും വജ്ഹ് വുജൂഹ് എന്ന് ഉപയോഗിച്ചതൊക്കെ വീക്ഷണങ്ങളും കഴിവുകളും അവൻ്റെ പിന്തുണയും. അതാണ് നിങ്ങളുടെ കഴിവും പിന്തുണയും വീക്ഷണങ്ങളും നിങ്ങൾ ക്ലീൻ ആക്കണം. അത് കളങ്കമുള്ളതാക്കരുത്, അത് കറകളഞ്ഞതാക്കണം, അത് പരിശുദ്ധമാക്കണം. എന്താ പറഞ്ഞത്? അവൻ്റെ മനസ്സിൽ പിന്നെ പക ഉണ്ടാകുമോ? എന്താ ഇതും പ്രത്യയശാസ്ത്രം നിങ്ങൾക്കറിയോ? ഈ ഖുർആൻ്റെ മൂല്യം എൻ്റെ സഹോദരങ്ങൾ, അതൊരു ആ തലത്തിലേക്ക് എൻ്റെ സമൂഹം ഇങ്ങോട്ട് കയറി വന്ന്. ഇന്നലെ ഒരാൾ ഈ ആശയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളെ പോലെ ഇൻ്റലക്ച്വലായ ആളുകൾക്കല്ലാതെ അപ്പോൾ ഖുർആൻ മനസ്സിലാവൂലേ? ഞാൻ പറഞ്ഞു, എൻ്റെ ഇൻ്റലക്ച്വലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ബുദ്ധിയോ അല്ല ഇത് ദൈവത്തിൻ്റെ ബുദ്ധിയാണ്. ഇത് ആര് പറഞ്ഞാലും അത് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതൊരു ചിന്തയായി, ഇതൊരു പ്രത്യയശാസ്ത്രമായി ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. ഇത് സംഗതി കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. ഇത് ഈ വ്യക്തിയുടെ മഹത്വമല്ല. ആളുകൾ വിചാരിക്കണം ഇത് പറയുന്ന വ്യക്തിയുടെ മഹത്വമാണ്. ഇത് പറയുന്ന വ്യക്തിയുടെ അല്ല മഹത്വം. ഇത് അവതരിപ്പിച്ച ഇതിൻ്റെ പിന്നിലെ ശക്തിയുടെ മഹത്വമാണത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, താങ്കളാണ് ഇത് പറയുന്നതെങ്കിൽ എന്നേക്കാൾ ഒന്നുകൂടി ബുദ്ധിപരമായ ശക്തിയുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ ക്യാരക്ടറിനെ സമൂഹം അംഗീകരിക്കും. അത് നിങ്ങളുടെ കഴിവല്ല, അത് ഇത് അവതരിപ്പിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയുടെ ബുദ്ധിയാണത്. അത് ഈ വേദത്തിൻ്റെ കഴിവാണ്. ആരുടെ മുമ്പിലും പറയാലോ. ഏത് യുക്തിവാദി, ഏത് നിരീശ്വരവാദിയോട് വന്നോളി, ഇതിൽ നിങ്ങൾ യുക്തിരഹിതമായ ഒരാശയം നിങ്ങൾ അവതരിപ്പിക്കും. ഞാൻ പറഞ്ഞുതരാം, ഇത് മാനവരാശിയുടെ ഗുണത്തിനല്ലാത്ത ഒരാശയം ഉണ്ടെങ്കിൽ പറയും നിങ്ങൾ. ഇവർ പറഞ്ഞു മതരഹിത സമൂഹം ഉണ്ടെങ്കിലേ നേരാകുള്ളൂ എന്ന് പറഞ്ഞു. ഏത് മതരഹിത സമൂഹത്തെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഈ പാരമ്പര്യവാദികളായ ആളുകളുടെ മതം കണ്ടിട്ടാണോ നിങ്ങൾ മതരഹിത സമൂഹമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതെന്ന് പറയുന്നത്? അത് കണ്ടിട്ടാണോ നിങ്ങൾ മതരഹിത സമൂഹത്തെയാണെങ്കിൽ? അതാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഇന്നത്തെ പാരമ്പര്യവാദികളായ ആളുകൾ പ്രചരിപ്പിക്കുന്ന ക്രൂരമായ ആശയങ്ങൾ, അന്ധമായ ആശയങ്ങൾ, സമൂഹത്തെ നശിപ്പിച്ചു കളയുന്ന ആശയങ്ങൾ, ഈ ആശയങ്ങൾ കണ്ടിട്ടാണ് ദുരിതമനുഭവിക്കുന്ന ജനതയുടെ മുന്നിലൂടെ കോടികൾ മുടക്കിക്കൊണ്ട്, 10-30 കോടികൾ മുടക്കിക്കൊണ്ട് തങ്ങളുടെ മഹത്വവും തങ്ങളുടെ ആൾബലവും കാണിക്കാൻ വേണ്ടി
സമ്മേളനങ്ങളും മത്സരങ്ങളും നടത്തുന്ന ഈ പുരോഹിത വർഗത്തെയും മതസംഘടനകളെയും കണ്ടിട്ടാണ് നിങ്ങൾ മതരഹിത സമൂഹത്തെ ആണ് ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത് എന്നാണ് പറയുന്നതെങ്കിലും ഓക്കെ. നേരെ മറിച്ച് ഖുർആൻ കണ്ടിട്ടാണ് നിങ്ങൾ മതരഹിത സമൂഹത്തെയാണ് ഇവിടെ വേണ്ടതെന്ന് പറയുന്നതെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം മതരഹിതൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു ജനതയുടെ ദുരിതം കാണാതെ അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ഒരു ജനതയെ കൈപിടിച്ചുയർത്താൻ സഹായിക്കാതെ അതിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവൻ ആരോ അവനാണ് മതരഹിതനും മതനിഷേധിയും എന്നാണ് ഖുർആൻ പറയുന്ന മതനിഷേധി. ആ മതനിഷേധിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ അതിന് നമ്മളില്ല. അതാണ് ഖുർആൻ പറയുന്നത്, മാ സലക്കക്കും ഫീ സഖർ. ഈ ദുരിതപൂർണമായ ജീവിതത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് എത്തിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ഈ വ്യവസ്ഥിതി ഇവിടെ സ്ഥാപിച്ചില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതക്ക് അതാണ്. അപ്പൊ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയെ കൈപിടിച്ചുയർത്താത്ത ഒരു പ്രത്യയശാസ്ത്രമല്ല ഖുർആൻ. അതിനാണ് മൂല്യം കൊടുക്കുന്നത്, അതിനാണ് വില കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത്, എൻ്റെ സഹോദരങ്ങൾ, ഈ ഖുർആനിനെ, ഇതിൻ്റെ മഹത്വത്തെ നിങ്ങൾ കൈവിടരുത്, ഇതിനെ മുറുകെ പിടിക്കണം എന്നാണ് എനിക്ക് തുടക്കത്തിൽ ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്. ഖുർആൻ നമ്മൾ ഓരോന്നും പഠിക്കുന്തോറും അതിലെ ആശയങ്ങൾ നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാനും യുക്തിഭദ്രമായ ഒരാശയത്തെ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ കുട്ടികളോട് പറയാറുള്ളത് പോലെ, സ്കൂളിലൊക്കെ ഞങ്ങൾ പറയും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് കുട്ടികളോട്. എന്നപോലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഉറക്കമൊക്കെ വരും, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഉറങ്ങിയാൽ പിന്നെ ഞാനും പെട്ടെന്ന് തന്നെ വിഷയം നിർത്തും. ഇത് സമയം അങ്ങനത്തെ സമയമാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായിട്ടും ഉറക്കം വരും, അത് ആരുടെയും കുറ്റമല്ല. അപ്പം അതുകൊണ്ട് ഖുർആനിലെ ആശയങ്ങൾ കുറ്റമറ്റതാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ഒരു വേദത്തെ പൊളിക്കലോ ഏതെങ്കിലും സമൂഹത്തെ ചീത്ത പറയലോ ഏതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തലോ ഇന്ന സംഘടനക്കാർ, ഇന്ന വ്യക്തി, ഇന്ന ആൾ വഴിപിഴച്ചവരാണെന്നോ നരകത്തിലാണെന്നോ, ഇതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതാണ്, രണ്ടാമത്തെ സെഷൻ്റെ. ഇതൊരു വേദത്തിൻ്റെ അവതരണം, ഒരു വേദത്തെ കുറ്റമറ്റതാക്കി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന സംഘടനകൾക്കാർ മോശമാണ്, ഇന്ന സംഘടനക്കാരൊക്കെ നരകത്തിൻ്റെ ആളുകളാണ്, അവരൊക്കെ പോക്കാണ്, അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്, അവരൊക്കെ നശിപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ ഒരാളും ചിന്തിക്കാനോ പറയാനോ പാടില്ല. ആ തലത്തിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ മാറി ഒരു ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ചിന്തയുടെ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിനെ കുറ്റമറ്റതാക്കി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുക, കഴിയുന്നത്ര പ്രവാചകന്മാരുടെ ദൗത്യം എന്തായിരുന്നു എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുക. ഞാൻ 2003 ഇവിടുന്ന് വിട്ടതാണ്, നിങ്ങളുമായിട്ടുള്ള ഈ ഇടപെടൽ നിർത്തി ഞാൻ എൻ്റെ ഖുർആൻ പഠനവുമായിട്ട് മാറി നിന്നതാണ്. പിന്നെ 2010 ഞാൻ തിരിച്ചു വരുന്നത്. ഞാൻ അന്ന് എൻ്റെ ചിന്തയിലുണ്ടായത് നിസ്കാരം വേണ്ട, ഓക്കെ, അത് 3 വക്തുള്ളൂ, അത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഓക്കെ. നോമ്പ് 3 ഉള്ളൂ, അതും വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? ഇനിയിപ്പോൾ ഒന്നുമില്ല, കുട്ടികളെയും മക്കളെയും നോക്കുക, ഭക്ഷണം കഴിക്കുക, കടന്നുറങ്ങുക, അങ്ങനെ മരിച്ചു പോകുക. ഇതിനൊരു പ്രവാചകന്മാർ വരേണ്ട ആവശ്യമുണ്ടോയെന്നാണ് എൻ്റെ ചിന്ത. ഇത് പഠിപ്പിക്കാൻ ഒരു പ്രവാചകൻ്റെ ആവശ്യമുണ്ടോ? നിസ്കാരം 3 അതന്നെ വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഫർളാന്ന് എവിടെയില്ല, ഓക്കെ. പിന്നെ നോമ്പോ, അത് 3 വേണമെങ്കിൽ പട്ടിണി കിടന്നാൽ മതി, അല്ലെങ്കിൽ അത് വേണ്ടേനു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാനൊക്കെ. അത് നമ്മൾ അലട്ടിയ ചിന്തയാണ്. ഇനി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട, കുട്ടികളെയും മക്കളെയൊക്കെ അങ്ങനെ നോക്കുക, തെണ്ടിച്ചുക, തിന്നുക, കിടന്നുറങ്ങുക, അങ്ങനെയാണ് മരിച്ചു പോകുക. ഇത് പഠിപ്പിക്കാൻ പ്രവാചകന്മാർ തിരസ്കരിക്കപ്പെടുകയോ മർദ്ദിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ദൈവം ദൂതന്മാരെ നിയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഇതിൽ ഖുർആൻ ഇതല്ലാത്ത വേറെന്തോ ആണ്, ഇതറിയൽ നിർബന്ധമാണെന്നുള്ള ആ ഒരു ചിന്തയാണ് ഇതിന്ന് മാറി നിൽക്കാൻ ഒന്ന് പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ പ്രേരണ വേറെയുണ്ട്. കാരണം ഇത് ഒരു ഒറ്റുകാരനായിട്ട് എന്നെ ചിത്രീകരിച്ചു. മുഖ്യമായ കാരണം ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തെ കാരണം ഒറ്റുകാരനായിട്ട് ഈ സംഘടനയിലെ ആളുകൾ തന്നെ എന്നെ വിശേഷിപ്പിച്ചു. അതൊരു ഒറ്റുകാരനായിട്ട് ഈ സംഘടനയിൽ തുടരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടും കൂടിയാണ് 2010 വരെ മാറി നിന്നത്. പിന്നെ എന്നെ അലട്ടിയ ഒരു പ്രശ്നം ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ, നബിയും സഹാബത്തും സിംഗിൾ സുജൂദും സിംഗിൾ റുക്കോവും 2 റക്അത്തും ഇങ്ങനെ നിസ്കരിച്ച് പോരുമായിരുന്നു. അപ്പം ജൂതന്മാരും അബൂ ഹുറൈറയും മുആവിയും ഇസ്ലാമിൻ്റെ ശത്രുക്കളും എല്ലാവരും പാടെ ഇരുന്ന് ആലോചിച്ചു, ഈ മാപ്പിളാരെ ഒന്ന് നശിപ്പിക്കണം. അതിനെന്തുണ്ട് വഴി? അതിനിപ്പോൾ എന്താ വഴി? സിംഗിൾ സുജൂദ് ഡബിൾ സുജൂദാക്കി. ഇനിയിപ്പോൾ എന്താ അതിന് വഴി? സിംഗിൾ സുജൂദ് പോലെ ഡബിൾ സുജൂദാക്കി. 2 റക്അത്ത് 4 റക്അത്തും ആക്കി. ചിലത് 2 റക്അത്ത് 3 ആക്കി. 1 അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചു, അങ്ങനെ ചെയ്താൽ ഒരു ലോകം, ഒരു സമൂഹം നശിക്കുമെന്ന്. സിംഗിൾ സുജൂദ് ഡബിൾ സുജൂദ് ആക്കുമ്പോഴത്തേന് ഒരു സമുദായം നശിക്കുമോ? അതാകാൻ വഴിയില്ല. ആകെപ്പുള്ള പ്രശ്നം അതാണെന്നാണ് നമ്മളെ പറഞ്ഞിരുന്നത്. ആകെള്ളപ്പോൾ ഈ അബൂ ഹുറൈറയും മുആവിയും സൊറസ്റ്റിസവും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും പാടെ ഈ മാപ്പിളാരെ, ഈ മുസ്ലിങ്ങളെ ഒന്ന് നശിപ്പിക്കണം. നശിപ്പിക്കണമെങ്കിൽ എന്തു വേണം? അങ്ങനെ ആലോചിച്ചു. അപ്പം മുസ്ലിങ്ങൾ സിംഗിൾ സുജൂദും സിംഗിൾ റുക്കോവും ചെയ്തുകൊണ്ട് ഈ 2 റക്അത്തായിട്ട് നിസ്കരിച്ച് പോരുമായിരുന്നു. അതിനെ ഡബിൾ സുജൂദാക്കി. 2 റക്അത്ത് 4 ആക്കി. അത് നശിക്കാൻ വകല്ലല്ലോ. ഇങ്ങനെ എപ്പോഴും നമ്മളെ ഈ ചിന്തയെ അലട്ടുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇതല്ലാതെ ഖുർആൻ വേറെന്തോ ആണ്. ഇത് പറയണമെങ്കിൽ ഇനി പഠിച്ചേ മതിയാവും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇനി ജനങ്ങളോട് പറയാൻ ഇത് പഠിച്ചേ കഴിയുള്ളൂ. അതാണല്ലോ അന്നൊക്കെ ഞാൻ നിങ്ങളോട് അന്നും ഇപ്പോൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, എന്തിനാണ് ഈ ഹജ്ജിന്, കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഞാൻ സൂചിപ്പിച്ചു, എന്തിനാ ഈ മെലിഞ്ഞ ഒട്ടകത്തിന് തന്നെ ഇടങ്ങാറാക്കണം? വഅദ്ദിൻ ഫിന്നാസിബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. മെലിഞ്ഞ ഒട്ടകപ്പുറത്തും നടന്നിട്ടും അവർ ഹജ്ജിന് വരട്ടെ എന്ന്. അല്ല, ഞാൻ വിചാരിച്ചു എന്തപ്പോ തടിച്ച ഒട്ടകപ്പുറത്ത് വന്നാലെന്താ, കപ്പലിൽ വന്നാലെന്താ, കുതിരപ്പുറത്ത് വന്നാലെന്താ? ഈ മെലിഞ്ഞ ഒട്ടകത്തിന് തന്നെ പാവം ഇടങ്ങാറാക്കണം എന്തിനാ? സാധുവിന് ഇങ്ങോട്ട് വരെ എന്താ എഴുതിക്കണമെന്നോ, അത് അവിടേക്ക് എത്തുമ്പോഴത്തിന് തടിക്കും. തടിച്ചിട്ട് അവിടെ ഹജ്ജും കഴിഞ്ഞിട്ട് അതിനെ അവിടെ അറുത്തിട്ട് നടന്നു പോരണം. ഈ ലാമിർ എന്ന് പറഞ്ഞാൽ ഈ റിജാല്, ഈ ഹജ്ജിൻ്റെ ലക്ഷ്യം പറഞ്ഞാലേ ആ റിജാലും ലാമിറും ഒക്കെ മനസ്സിലാവുള്ളൂ. എന്താണ് ഹജ്ജ്, എന്താണ് ഹജ്ജിൻ്റെ ലക്ഷ്യം? അവർ വാരിയർ ധീര പോരാളികളായിട്ടും ഉറച്ച മനസ്സുമായി അവർ വരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാമിറിന് അങ്ങനെ അർത്ഥമുണ്ടോന്ന്? അങ്ങനെ അർത്ഥമുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈംഗിക വീഴ്ചക്ക് ഇവർക്ക് 10ഓളം വചനങ്ങളാ ഖുർആനിൽ. എന്ന പോലെ ഒട്ടകത്തിന് 7ഓളം വചനങ്ങളാ. ലാമിറൊട്ടകം, ബുധനൊട്ടകം, ജമലൊട്ടകം, നാക്കത്തൊട്ടകം, ഇബിലൊട്ടകം ഒക്കെ ഒട്ടകം തന്നെ. വേറെ ഒരു വേർഡ് ഇവർക്ക് കിട്ടൂല. ലാമിർ എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിലെ കുട്ടികളെ പുസ്തകത്തിലുണ്ട്. മിസാലൻ കാല ഊലാന, ഞങ്ങളുടെ മനസ്സിൽ തുറന്നു കിടക്കുന്നു. മിസാലൻ ഒരു ഉപമ, കാല ഊലാന ഞങ്ങളുടെ പൂർവികർ പറഞ്ഞ. അതാണ് ലമീർ. ഉറച്ച മനസ്സുമായി ധീര പോരാളികളുമായി അവർ വരട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതും എമംഗ് ദി പീപ്പിളാണ്, ജനങ്ങൾക്കിടയിലാണ്. എമംഗ് ദി മോമിനീനല്ല, മോമിനികൾക്കിടയിലല്ല പ്രഖ്യാപനം, മുസ്ലിങ്ങൾക്കിടയിലേക്കല്ല. ഫഅദ്ദിൻ ഫിന്നാസി. അതാണ് ഹജ്ജിൻ്റെ ഒക്കെ ലക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ തരിച്ചു നിന്ന് പോകും.
എന്താ ഖുർആൻ ഉദ്ദേശിക്കുന്ന ഹജ്ജ് എന്നൊക്കെ. അത് നമുക്കൊരു വിഷയമായിട്ട് തന്നെ അവതരിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഹജ്ജിൻ്റെ ദൗത്യം, ഹജ്ജിൻ്റെ ലക്ഷ്യം പറഞ്ഞാൽ ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന വിപ്ലവവും മനുഷ്യാവകാശ ലംഘനവും പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ മോചനവും എങ്ങനെ നടക്കും എന്നുള്ളത് സൂറത്ത് ഹജ്ജ് വായിച്ചാൽ നിങ്ങൾ അന്തം വിട്ടുപോകും. സൂറത്ത് യൂസുഫ് വായിച്ചിട്ട് ഞാൻ അന്തം വിട്ടുക്കണം. അതിൻ്റെ ശരിയായ വ്യാഖ്യാനം സൂറത്ത് യൂസുഫ് വായിച്ചിട്ട്. ഇന്നത്തെ ഈ പ്രേമൊന്നും അല്ല അവിടെ നടക്കുന്നത്, ഈ കുപ്പായം കീറലൊന്നും അല്ല. ഞാൻ എന്ത് കിതാബാ പഠിച്ചോനെ, ഇത് അള്ളാൻ്റെ കിതാബ് തന്നെയാണോ എന്ന് സംശയിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് മൂപ്പരെ വിളിക്കുക, ഒരു പ്രവാചകനെ വിളിക്കുക, പെണ്ണുങ്ങളെ മുന്നിൽ കൂടി ഒന്ന് നടന്നാന്ന്. അപ്പം മൂപ്പരൊരു അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ പെണ്ണുങ്ങളെ മുമ്പിൽ കൂടി 6 പോക്കറ്റൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഓല് കൈ മുറിക്കുക. ഞാൻ ചോദിച്ചു, ഈ പ്രവാചകനെ ചില്ലിലിട്ട് കയറുന്നത് വരെ ഈ പ്രവാചകൻ പുറത്തിറങ്ങിയിട്ട് തന്നെയല്ലേ ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കണ്ട് മുമ്പുള്ള ആളുകൾ കൈമുറിക്കാൻ? ഈ പ്രവാചകൻ മുമ്പ് പുറത്തിറങ്ങിയിട്ട് തന്നെയല്ലേ? ഇവൾ ഓരോ വാതിലുകൾ അടക്കുമ്പോഴും ഈ യൂസഫ് എന്ത് നോക്കി നിൽക്കുകയായിരുന്നു? എന്തിനടി വാതിൽ അടക്കണമെന്ന് ചോദിക്കൂലേ? എന്തിനാ വാതിൽ അടക്കണേ? എല്ലാ വാതിലും അടച്ചിട്ട് കുപ്പായത്തുമ്മ പിടിച്ചപ്പോഴാണ് മൂപ്പര് ഓടുന്നത്. ഒറ്റനാണ് കൊടുകയല്ലേ ചെയ്യാം. നല്ല ചാങ്കോറ്റുള്ള ആളാണ്. ഇത് എന്താ എൻ്റെ ഉദ്ദേശം? മാത്രമല്ല അവിടെ പറയണ മറുപടി തന്നെ ശ്രദ്ധിച്ചിക്കണോ നിങ്ങൾ? അതൊന്നും ഒരു മറ്റേ സെക്ഷൽ ആവശ്യത്തിന് വിളിച്ചതല്ല. അവിടെയൊക്കെ ഒരു ഭരണതലത്തിലുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഒരു ഭരണതലത്തിലുള്ള ചർച്ചയാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഒരു ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ രാജാവിൻ്റെ ഏറ്റവും അടുത്ത സൊസൈറ്റി, അതാണ് ഇമ്രാത്ത്, ഭാര്യയല്ല, ഏറ്റവും അടുത്ത കമ്പാനിയനായ ഏറ്റവും അടുത്ത സൊസൈറ്റി, ഏറ്റവും അടുത്ത ആളുകൾക്കാണ് ഇമ്രാത്ത് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. എവിടങ്ങൾ ചോദിച്ചോളി, അതേ ശരിയാവുള്ളൂ. ലികുല്ലി ഇംറിഇം ബിമാ കസബ റഹീൻ. ആ ഇമ്രഇൻ്റെ സ്ത്രീലിംഗ പദമാണ് ഇമ്രാത്ത്. ജമാഅത്തിൻ്റെ താ ആണത്. ജമാഅത്തിൻ്റെ താ ആണ്, അല്ലാതെ മുഅന്നസിൻ്റെ താ അല്ലാതെ. ഏതൊരു മനുഷ്യനും അവൻ പ്രവർത്തിച്ചതിൻ്റെ പണയ വസ്തുവാണവൻ, ആ മനുഷ്യൻ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ആ ഇമ്ര എന്ന് പറയുന്ന വേർഡിൻ്റെ ജമാഅത്ത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന താ ആണത്. അതായത് മനുഷ്യർ ഏറ്റവും അടുത്ത സൊസൈറ്റി, രാജാവിൻ്റെ ഏറ്റവും അടുത്ത സൊസൈറ്റി അദ്ദേഹത്തിനെ അധികാരത്തിലേക്ക് ഒരു പട്ടാള വിപ്ലവത്തിലൂടെ, ഒരു പട്ടാള അട്ടിമറിയിലൂടെ ആ സൊസൈറ്റി, ആ രാജാവിൻ്റെ ഏറ്റവും അടുത്ത കമ്പാനിയൻസ് ഒരു പട്ടാള അട്ടിമറിയിലൂടെ ഈ പ്രവാചകനെ അധികാരത്തിലേക്ക് വിളിക്കുകയാണ്. മൂപ്പര് പറയാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ രാജാവിനെ ചതിച്ചുകൊണ്ടൊരു അധികാരം എനിക്ക് വേണ്ടാന്ന് പറയണം. ആ ഇമ്രാത്ത് ഓരോ വാതിലുകളെന്ന് പറഞ്ഞാൽ ഓരോ മാർഗനിർദ്ദേശങ്ങളും വെക്കുകയാണ്. ഇങ്ങനെ ആയാലോ ആ വാതിലുകളൊക്കെ, ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടുകയാണ്. ആ മാർഗനിർദ്ദേശങ്ങളൊന്നും മൂപ്പർക്ക് സ്വീകാര്യമല്ല. ആ അട്ടിമറിക്കപ്പെട്ട ഭരണത്തിൻ്റെ ഇതിൽ ഒരു ചോദ്യചിഹ്നം വന്നു, ഒരു വിധി വന്നു, ഒരു തീരുമാനം വന്നു, അതിനൊരു സാക്ഷി പറയേണ്ടി വന്നു. ആ സാക്ഷി പറയേണ്ടി വന്നപ്പോൾ അതിന് ആളുകൾ പറഞ്ഞതാണ് എന്ത്? ഈ അധികാരത്തിൻ്റെ കുപ്പായം ഈ അട്ടിമറിയിലൂടെ കീറിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ, വൈൻ ഖുദ്ദ മിൻ ഖുബിലിൻ, അദ്ദേഹത്തിൻ്റെ പ്രസൻസിലാണ് ഈ ആസൂത്രണം നടന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹം കളവാണ് പറയുന്നത്. കള്ളവാദികളിലും ഈ ഇമ്രാത്ത് സത്യസന്ധരുമാണ്, സത്യസന്ധരിൽപ്പെട്ടവരുമാണ് എന്നാണ് പറയുന്നത്. വൈൻ ഖുദ്ദ മിൻ ദുബിരിൻ, അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹം അത് പിന്നിട്ട് പോയതിന് ശേഷമാണ് ഈ പ്ലാനിങ് നടന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹം മിനൽ സാദിഖീൻ, സത്യസന്ധരിലും ഈ ഇമ്രാത്ത് ആ സൊസൈറ്റി കളവ് പറയുന്നവരിലും പെട്ട ആളുകളാണെന്നാണ് പറയണത്. അവിടെ ഒരു കുപ്പായം കീറലൊന്നുമില്ല. അതാണ് ഒരു തകർന്നടിഞ്ഞ ഒരു കാർഷിക വ്യവസായത്തെ പുനഃസൃഷ്ടിക്കാനുള്ള ആ യൂസുഫിൻ്റെ ദീർഘദൃഷ്ടിയാണ്. അല്ലാതെ അദ്ദേഹം പാതിരാക്ക് കടന്നുറങ്ങുമ്പോൾ സ്വപ്നമല്ല. അദ്ദേഹം പാതിരാക്ക് കടന്നുറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമല്ല. മൂപ്പരിപ്പോൾ അങ്ങനെ വിചാരിച്ചത്. മൂപ്പര് അന്തിക്ക് ഇങ്ങനെ കടന്നുറങ്ങുമ്പോൾ ഒരു കിനാവ് ഇങ്ങനെ കാണും.
ആ സൂര്യനും ചന്ദ്രൻ എന്താ സൂര്യനും ചന്ദ്രനൊക്കെ ഖുർആന് അതിൻ്റെ